ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ക്രാഫ്റ്റിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഇതേപോലെ പഴയ ന്യൂസ് പേപ്പേഴ്സോ അതല്ലെങ്കിൽ മാഗസിൻ പേപ്പേഴ്സോ അല്ലെങ്കിൽ ലീഫ്ലെറ്റുകൾ അങ്ങനെയുള്ള നമ്മുടെ കയ്യിലുള്ള ഏത് ടൈപ്പ് ഓഫ് പേപ്പേഴ്സ് വെച്ചിട്ടും നമുക്കൊരു ക്രാഫ്റ്റ് ചെയ്യാട്ടെ. എല്ലാവർക്കും യൂസ്ഫുൾ ആവും ഇത്. അപ്പം നമ്മളിവിടെ ഇന്ന് യൂസ് ചെയ്യുന്നത് മാഗസിൻ പേപ്പേഴ്സ് ഒന്നുമല്ല, ഈ ലീഫ്ലെറ്റാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്കിവിടെ കൂടുതൽ ന്യൂസ് പേപ്പറിനേക്കാളും കൂടുതൽ ലീഫ്ലെറ്റാണ് അവൈലബിൾ. അതുകൊണ്ടാണ് ഞാനിവിടെ ഇത് യൂസ് ചെയ്തത്. നമ്മുടെ കയ്യിലുള്ള ഏത് പേപ്പറാണ് അവൈലബിൾ എന്ന് വെച്ചാൽ അത് നമുക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ നമ്മൾ കുറച്ച് പേപ്പർ റോൾസ് ഉണ്ടാക്കിയെടുക്കാം. പേപ്പർ റോൾസ് എല്ലാവർക്കും അറിയാലോ, എന്തെങ്കിലും ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ട് പേപ്പർ റോൾ ചെയ്തെടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത നമ്മുടെ ജോമെട്രിക് ഫ്ലവർ ബെഡ് പാറ്റേൺ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഈസിയാണ് കേട്ടോ, കാണുന്ന പോലെ ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് നമ്മുടെ കോമ്പസ് ആൻഡ് പെൻസിൽസ് വെച്ചിട്ട് പെട്ടെന്ന് വരച്ചെടുക്കാൻ പറ്റുന്ന ഒരു ആർട്ടാണിത്. ഓക്കെ, അപ്പോൾ ഇനി ഇത് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമ്മൾക്ക് ഷോപ്പിൽ കിട്ടുന്ന പോലെ നമ്മുടെ കയ്യിലുള്ള ഒരു ഫോട്ടോ അല്ലെങ്കിൽ നമ്മളുടെ വർക്കുകൾ എങ്ങനെ നമുക്ക് ഗ്ലാസ് ഫിനിഷിങ്ങിലോട് കൂടിയിട്ട് ഫ്രെയിം ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. വളരെ ഈസിയാണ്, വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മളുടെ ഈ ഒരു പിക്ചറിന് ബോർഡർ നമ്മൾ വരച്ചിട്ടില്ല, ഫുൾ ക്യാൻവാസ് നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിന് ആദ്യം തന്നെ ഒരു ബോർഡർ കൊടുക്കണം. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ പേപ്പർ റോൾ എടുത്തിട്ട് കറക്റ്റ് ഇതേപോലെ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അത് കട്ട് ചെയ്തെടുക്കുകയാണ്. സൈസ് കറക്റ്റായിട്ട് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അത് ഓരോ സൈഡുകളിലും നമ്മൾ വെക്കും. ഇപ്പോൾ ഈ ഒരു സൈഡ് നമ്മൾ കറക്റ്റായിട്ട് വെച്ചു. അതിനുശേഷം നമ്മളിതാ ഈ ഓപ്പോസിറ്റ് സൈഡിലും വെക്കണം. കണ്ടോ, ഇതേപോലെ വെക്കുക. രണ്ട് സൈഡുകൾ കുറച്ച് എക്സ്ട്രാ ഇടുക, ലെങ്ത്ത് കൂടുതലുള്ള സൈഡ്, ബാക്കി സൈഡ് കുറച്ചിടുക. കണ്ടോ, ഇതേപോലെ നമ്മൾ 4 സൈഡുകളും വെച്ചെടുക്കാം. ഇനിയിപ്പം നമ്മുടെ ഈ ഒരു ബോർഡിന് നമ്മൾ ബോർഡർ ഇട്ടിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത് എങ്കിൽ നമുക്കിത് ആവശ്യമില്ല കേട്ടോ. ഇപ്പം ഇനി കാണിക്കുന്ന ഈ ഒരു സ്റ്റെപ്പ് തൊട്ട് ചെയ്താൽ മതി. അതായത് ഇതേപോലെ നമ്മൾ അടുത്തൊരു പേപ്പർ റോൾ എടുത്ത് വെച്ച് കൊടുക്കാം. ഓക്കെ, ബോർഡർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഈ ചെയ്യുന്നത് തൊട്ട് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് ഇത് കോർണർ ടു കോർണർ, നമ്മുടെ വർക്കിൻ്റെ കോർണറും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ നമ്മളുടെ ആദ്യത്തെ ബോർഡറിൻ്റെ കോർണറും ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഇങ്ങനെ ഒരു സ്ലാൻഡിങ് ലൈൻ വരച്ചു കൊടുക്കാം. അതേപോലെ തന്നെ ഈ സൈഡിൽ നമ്മളൊരു സ്ലാൻഡിങ് ലൈൻ വരച്ചു കൊടുക്കാം. കണ്ടോ, ഈ ഒരു കോർണറും തമ്മിൽ ചെയ്തിട്ട് ഒന്ന് സ്ലാൻഡിങ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ലൈനിലൂടെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടല്ലോ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ബോർഡറുള്ള ഫ്രെയിമാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ക്രാഫ്റ്റ് അല്ലെങ്കിൽ ഫോട്ടോസ് ബോർഡർ ഉള്ളതാണെങ്കിൽ ഇപ്പം ഈ കാണിക്കുന്ന ഈ ഒരു സ്റ്റെപ്പ് തൊട്ട് ചെയ്താൽ മതി. ആ ഒരു ആദ്യത്തെ പേപ്പർ റോൾ സ്റ്റിക്ക് ചെയ്ത് ചെയ്യണ്ട കേട്ടോ. ഇതേപോലെ ഈ ഒരു സ്റ്റെപ്പ് തൊട്ട് ചെയ്താൽ മതി. കണ്ടോ, ഇപ്പോൾ ഇതൊന്ന് കറക്റ്റായിട്ടൊന്ന് വെച്ച് നോക്കുക. എല്ലാ സൈഡും ഓക്കെ ആണോ കറക്റ്റ് ആണോ എന്നൊക്കെ ഒന്ന് വെച്ച് കറക്റ്റ് ചെയ്ത് നോക്കണം. പിന്നെ അതുപോലെ കട്ട് ചെയ്ത ഭാഗം ഒന്ന് ഇതായിട്ട് പോയിട്ടുണ്ടാവും, അവിടെ ഒന്ന് കറക്റ്റ് ചെയ്ത് ആ ഒരു പേപ്പറിൻ്റെ കറക്റ്റ് സൈസിൽ തന്നെ വരണം. കണ്ടോ, ഈ ഒരു സ്ലാൻഡിങ് പൊസിഷനാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി അടുത്തൊരു പീസ് നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ആദ്യത്തെ പീസ് വെച്ചതിന് ശേഷം വെക്കണം. എന്നിട്ട് ഇതേപോലെ വെച്ചതിന് ശേഷം ഇതിൻ്റെയും കോർണർ ടു ഈ ഒരു കോർണർ ഇങ്ങനെ വരുന്ന ആ ഒരു ഭാഗം നമ്മൾ ഒന്ന് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, ഇപ്പം മനസ്സിലായല്ലോ. എല്ലാ ഭാഗങ്ങളും നമ്മൾ അതേപോലെ തന്നെ ചെയ്തു കൊടുക്കുക. ഇത് ഒരു സൈഡ് കട്ട് ചെയ്തതിന് ശേഷം നമ്മളൊരു കാര്യം ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ, ആദ്യം കട്ട് ചെയ്ത പീസും ഈ പീസും നമ്മൾ ഇതേപോലെ ഇങ്ങനെ ജോയിൻ്റ് ആയിട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് മാത്രമാണ് അടുത്ത ഭാഗങ്ങൾ വരാൻ പാടുള്ളൂ. ഇങ്ങനെ ഒരു കോർണർ വരണം. അപ്പോൾ ഇനി ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് 4 പേപ്പർ റോൾസും അതുപോലെ കട്ട് ചെയ്ത 4 പീസും. എന്നിട്ട് നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സ്പ്രേ പെയിൻ്റ് ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ സ്പ്രേ പെയിൻ്റ് ഒക്കെ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഏതാണെങ്കിൽ കൊടുക്കാം. സ്പ്രേ പെയിൻ്റ് ആകുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ്, അതുകൊണ്ടാണ് അത് ചെയ്ത്. അല്ലെങ്കിൽ നമ്മുടെ നോർമൽ പെയിൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ പെയിൻ്റ് ഒന്നും ചെയ്യാതെ മാഗസിൻ കവേഴ്സ് വെച്ചിട്ട് ചെയ്താലും മതി കേട്ടോ. ഇനി നമുക്കിത് ബോർഡർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ഫെവി ബോണ്ട് പോലത്തെ ഒരു ഗ്ലൂ ആണ് എന്ന് പറയണത്, അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ബോർഡറിന് വേണ്ടി നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത പേപ്പർ റോൾസ് ഉണ്ടല്ലോ, അത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ബോർഡർ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം കണ്ടോ, കുറച്ച് എക്സസ് ആക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കും. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷമാണ് നമ്മൾ എക്സസ് ആയിട്ടുള്ളത് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഗ്ലൂ ഇട്ടതിന് ശേഷം ഈ ഒരു സൈഡും കറക്റ്റായിട്ട് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു പേപ്പർ റോളുമ്മലേക്കും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ ഗ്ലൂ, എന്നിട്ട് വേണം ഒട്ടിക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ഇത് കറക്റ്റായി കണ്ടോ. അപ്പോൾ ഇതേപോലെ കുറച്ച് എക്സസ് ആയിട്ട് പേപ്പർ റോൾ ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മളത് ഒട്ടിച്ചെടുക്കാനായിട്ട്. എല്ലാ ഭാഗത്തും കുറച്ച് എക്സസ് ആയിട്ടിടണം. അതായത് ലെങ്ത്ത് കൂടുതലുള്ള ഭാഗം കുറച്ച് നീട്ടിയിടണം, ലെങ്ത്ത് കുറവുള്ള ഭാഗം ഉള്ളിലോട്ട് കയറിയിരിക്കുന്ന പോലെ. കണ്ടോ, ഈ ഒരു പൊസിഷനിൽ ഇങ്ങനെ വരണം. ഇനി എക്സസ് ആയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തുനിന്ന് ഞാൻ കട്ട് ചെയ്തു. ഇത് കറക്റ്റായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്.
അതിനുശേഷം ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ഗ്ലൂ ഇട്ടിട്ട് അത് കുറച്ച് എക്സസ് ആക്കി. കണ്ടോ, ഇതേപോലെ നമ്മൾ ഫ്രെയിം ഉണ്ടാക്കിയെടുത്തു, ബോർഡർ ലൈൻ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നമ്മുടെ വർക്കിന് ബോർഡർ ഓൾറെഡി ഉണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. ഇനി നമുക്ക് ഇതേപോലത്തെ OSP ഷീറ്റുകൾ ഉണ്ടെങ്കിൽ OSP ഷീറ്റുകൾ യൂസ് ചെയ്യാം. അപ്പോൾ അതുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ OSP ഷീറ്റ് ഇതിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഗ്ലാസ് ഫ്രെയിം ചെയ്യാനാണ്. അപ്പോൾ നമ്മളുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും ഇപ്പോൾ OSP ഷീറ്റ് ഉണ്ടാവില്ല. ഇതിപ്പോൾ ചെറിയൊരു OSP ഷീറ്റാണ്, 2 ഷീറ്റ് വെച്ചിട്ട് ചെയ്യേണ്ടി വരും. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും OSP ഷീറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതും കൂടെ ഞാൻ കാണിക്കാം കേട്ടോ. ഇനി ഇത് OSP ഷീറ്റ് ഉള്ളവർ ചെയ്തതിന് ശേഷം ഇനി കാണിക്കാൻ പോകുന്നവർ ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്ലാൻഡിങ് കട്ട് ചെയ്ത് ഇത് വെച്ച് നോക്കുക. അപ്പോൾ പല സൈഡുകളും ലെങ്ത്ത് കൂടിയും കുറവൊക്കെ ഉണ്ടാവും. അതൊക്കെ ആദ്യമേ ഒന്ന് വെച്ചതിന് ശേഷം മാത്രം നമ്മൾ ഒട്ടിക്കുക കേട്ടോ. അപ്പോൾ ഒരു സൈഡ് നമ്മൾ സ്റ്റിക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ അടുത്ത സൈഡിലും വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കോർണറുകൾ കറക്റ്റായിട്ട് വരുന്ന വിധത്തിൽ വെച്ചിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എല്ലാ സൈഡിലും ഗ്ലൂ അപ്ലൈ ചെയ്തു. ഈ ഗ്ലൂ അപ്ലൈ ചെയ്ത് കുറച്ച് കഴിയുമ്പോഴാണ് ഇതാവുക കേട്ടോ. പിന്നെ ഈ കോർണറുകളിലും നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. സ്ലാൻഡിങ് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അത് രണ്ടും നമ്മൾ ഒട്ടണ്ടേ അതിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഈ സ്ലാൻഡിങ് കോർണേഴ്സ് ഇങ്ങനെ പിടിച്ചതിന് ശേഷം ആ സ്ലാൻഡിങ് കറക്റ്റാക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഇതിന് ഒട്ടിച്ചു കൊടുക്കാം. ഉണ്ടോ, OSP ഷീറ്റ് വെക്കുകയാണെങ്കിൽ ആദ്യം ഫ്രെയിം ഒട്ടിച്ചതിന് ശേഷം ഇതിന് മുകളിൽ വെച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇനി അതിനുശേഷം അടുത്ത സൈഡും അതേപോലെ തന്നെ നമ്മൾ ഒട്ടിക്കുകയാണ്. അപ്പോൾ ഒട്ടിക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് വെച്ച് നോക്കി എവിടെയാണെന്ന് നോക്കിയിട്ട് ഒട്ടിക്കുക കേട്ടോ. ഈ ഒരു കോർണറിൽ നമ്മൾ ഗ്ലൂ ഇടാൻ മറക്കരുത്. എന്നാൽ മാത്രമാണ് അത് ആ കോർണറുകൾ തമ്മിൽ ഒട്ടുള്ളൂ. അല്ലെങ്കിൽ ആ ഭാഗം ഒട്ടാതിരുന്നു കഴിഞ്ഞാൽ അതിങ്ങനെ വിട്ടുപോരും, അപ്പോൾ ഭംഗി ഉണ്ടാവില്ല കേട്ടോ. കണ്ടോ, ഇപ്പോൾ ഒട്ടിക്കുമ്പോൾ കണ്ടോ നമ്മുടെ ഒരു ഫോട്ടോ ഫ്രെയിമൊക്കെ നമ്മൾ ഷോപ്പിൽ കൊടുത്ത് കിട്ടുന്ന ആ ഒരു കറക്റ്റ് ആ ഒരു ഷേപ്പിൽ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മൾ 4 സൈഡുകളിലും അതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ OSP ഷീറ്റ് ഉള്ളവരാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, രണ്ടാമത്തെ ലെയർ വെക്കുന്നതിന് മുന്നായിട്ട് ഷീറ്റ് ഒട്ടിച്ചതിന് ശേഷം ചെയ്യാം. ഇനിയിപ്പോൾ നമ്മളുടെ ബോർഡർ ഇല്ല അല്ലെങ്കിൽ OSP ഷീറ്റ് ഇല്ലെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് ഇതിനൊന്ന് ലാമിനേറ്റഡ് ഗ്ലാസ് ഫ്രെയിം പോലെ ചെയ്തെടുക്കുക എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ക്ലിങ് ഫിലിം ഉണ്ടല്ലോ, ക്ലിങ് ഫിലിമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ക്ലിങ് ഫിലിം തുടക്ക ഭാഗം ഒന്ന് നല്ല വൃത്തിക്ക് ഇടണം. എന്നതിന് ശേഷം മാത്രമാണ് ചുളിവൊന്നും ഇല്ലാതെ കറക്റ്റായിട്ട് ഇടണം. 2 സൈഡിലോട്ടും കുറച്ചധികം എക്സസ് ഇടണം. 2 അല്ല 4 സൈഡിലോട്ടും കുറച്ച് എക്സസ് ആക്കി ഇടണം കേട്ടോ. ഇതേപോലെ നമ്മൾ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുക. ആ റോൾ അങ്ങ് വലിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ലെവലാക്കി കൊടുക്കുക. സൈഡുകളൊക്കെ ഒന്ന് വലിച്ചു കൊടുക്കുക. ചുളിവുകളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതെ പതുക്കെ വലിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ടേൺ ചെയ്ത് കൊടുക്കുകയാണ്. ടേൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സൈഡ് നമ്മളിത് കറക്റ്റായിട്ട് വലിച്ച് ഇങ്ങോട്ട് വെക്കുക. സാധാരണ നമ്മൾ ക്ലിങ് ഫിലിം റാപ്പ് ചെയ്യുന്ന പോലെ കേട്ടോ. അതേപോലെ തന്നെ നമ്മളുടെ ഓപ്പോസിറ്റ് സൈഡും നമ്മൾ കറക്റ്റായിട്ട് വലിച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡും വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് മാറ്റും. കുറച്ച് എക്സസ് ആയിട്ട് തന്നെ ഇടണം കേട്ടോ. അപ്പോൾ തുടക്ക ഭാഗം നമ്മൾ കുറച്ച് എക്സസ് ആയിട്ട് ഇടണം. അതുപോലെ തന്നെ എൻഡിങ് ഭാഗം കുറച്ച് എക്സസ് ആയിട്ട് ഇടണം. പിന്നെ അപ്പുറത്ത് വരുന്ന സൈഡുകളും എത്രയാണോ നമുക്ക് എക്സസ് ആയിട്ട് ഒന്ന് കവർ ചെയ്ത് ഇടാൻ പറ്റുക അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് കറക്റ്റായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഇപ്പുറത്തോട്ട് തിരിച്ചിട്ട് ചെറിയ ചുളിവുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് വലിച്ച് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. എല്ലാ സൈഡിലോട്ടും കറക്റ്റായിട്ട് നമ്മൾ വലിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വരും കേട്ടോ. ഇത് ഒന്ന് ശ്രദ്ധിച്ച് വലിച്ചു കൊടുത്താൽ മതി. ഒരു പ്രശ്നമില്ലാതെ നല്ല ഫ്രെയിം ചെയ്ത എഫക്റ്റ് തന്നെ നമുക്ക് കിട്ടും. ഒരു കുഴപ്പമുണ്ടാവില്ല. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ ക്ലിങ് ഫിലിമും ഇല്ല OSP ഷീറ്റും ഇല്ലെങ്കിൽ നിങ്ങൾ പ്രശ്നമൊന്നുമില്ല. ഇത് നമ്മളുടെ ആ ഫ്രെയിമിൻ്റെ അവിടെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് നമ്മളുടെ ഡ്രസ്സൊക്കെ മേടിക്കുമ്പോൾ നമുക്കൊരു കവർ കിട്ടില്ലേ, ട്രാൻസ്പെറൻറ്റ് കവർ കിട്ടില്ലേ, ആ കവറ് ഇട്ട് കൊടുത്താൽ മതി, ഒട്ടിച്ചു കൊടുത്താൽ മതി. ഓക്കെ, നമ്മുടെ ഇതിൽ തന്നെ ഗ്ലൂ ഇട്ടിട്ട് ആ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഇതിൻ്റെ മുകളിലോട്ട് ഒട്ടിച്ചു കൊടുക്കുക. നമുക്ക് ഡ്രസ്സുകൾ അങ്ങനെ പല ഐറ്റംസും മേടിക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ മേടിക്കാൻ കിട്ടൂലേ, അത് വെച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതി. ജസ്റ്റ് ഫ്രെയിമും ഗ്ലൂ ഇട്ടിട്ട് ഒട്ടിക്കാം. ഇതിപ്പോൾ നമ്മുടെ അലുമിനിയം അല്ല ക്ലിങ് ഫിലിം ആയതുകൊണ്ട് തന്നെ അത് അവിടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ അത്ര ഭംഗി വരില്ല. അതുകൊണ്ടാണ് നമ്മൾ ബാക്കിലോട്ട് വലിച്ചു വെക്കുന്നത്. എന്നിട്ട് നമുക്കൊരു സെല്ലോ ടേപ്പ് വെച്ചിട്ട് അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലൂവോ സെല്ലോ ടേപ്പോ എന്താണെങ്കിലും കുഴപ്പമില്ല. സെല്ലോ ടേപ്പ് ആകുമ്പോൾ കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു വലിച്ചൊട്ടിക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഗ്ലൂ ആണെങ്കിലും ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ആ ക്ലിങ് ഫിലിം ഒന്ന് വലിച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നോക്കൂ, നമ്മുടെ ഫ്രെയിം കണ്ടോ,
കറക്റ്റായിട്ട് നമ്മുടെ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ തന്നെയുണ്ട്. ഇത് നന്നായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ആ ലൈറ്റ് അടിക്കുന്നത് കൊണ്ട് ആ ഒരു ഷൈനിങ് കൊണ്ടാണ് അവിടെ ഇങ്ങനെ ഇതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. കണ്ടോ, ഇങ്ങനെ പിടിക്കുമ്പോൾ അറിയുന്നില്ലല്ലോ. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ നമ്മൾ ഷോപ്പിൽ കൊടുത്ത് ഫ്രെയിം ചെയ്താൽ അതേപോലെ തന്നെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. OHP ഷീറ്റ് വെച്ചിട്ടോ ക്ലിങ് ഫിലിം വെച്ചിട്ടോ, അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിൻ്റെ കവറുകൾ വെച്ചിട്ടോ ഒക്കെ എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. വളരെ പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയിരുന്നു. ഞാൻ ഇത് ചെയ്യുന്ന സമയത്ത് ഫ്രെയിം ചെയ്യുന്നത് കാണിക്കണേന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടും കൂടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരുപാട് മെത്തേഡ്സിൽ നമുക്ക് ഫ്രെയിം ചെയ്തെടുക്കാവുന്നതാണ്. നമ്മളുടെ വർക്കുകളൊക്കെ നമുക്ക് ഫ്രെയിം ചെയ്ത് വോളിൽ വെക്കാം. ഇനി ഇത് വോളിൽ ഡബിൾ സൈഡ് ടേപ്പോ അല്ലെങ്കിൽ ഒരു ഹാങ്ങിങ് പോലെ കൊടുത്തിട്ടോ ഒക്കെ നമുക്ക് ഡെക്കോർ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇത് ചെയ്യാൻ വളരെ ഈസി അല്ലേ? കാണുമ്പോൾ അത് തോന്നുമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒരു 2 പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.